നമസ്കാരം. ഗോവൻ വിശേഷത്തിലേക്ക് സ്വാഗതം. JERC വൈദ്യുതി അടിസ്ഥാന സൗകര്യങ്ങളിൽ നിന്നുള്ള നോൺ താരിഫ് വരുമാനത്തിന്റെ റിപ്പോർട്ട് ആവശ്യപ്പെടുന്നു. ഗോവയിലെ വൈദ്യുതി വകുപ്പ് ഇന്റർനെറ്റ് സേവന ദാതാക്കളുമായും കേബിൾ TV ഓപ്പറേറ്റർമാരും വൈദ്യുതി പോസ്റ്റുകളിൽ അനധികൃതമായി കേബിളുകൾ വലിച്ചുകെട്ടുന്നതിനെ ചൊല്ലി തർക്കത്തിലാണ്. ജോയിന്റ് ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ സെപ്റ്റംബർ 30 പുറപ്പെടുവിച്ച താരിഫ് ഉത്തരവിൽ മോണിറ്റൈസ്ഡ് വൈദ്യുതി അടിസ്ഥാന സൗകര്യങ്ങളിൽ നിന്നുള്ള നോൺ താരിഫ് വരുമാനത്തെക്കുറിച്ച് വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ വകുപ്പിനോട് നിർദ്ദേശിച്ചു. പൊതുയോഗത്തിൽ തൂങ്ങിക്കിടക്കുന്ന കേബിളുകളുടെ പ്രശ്നം പരിഹരിക്കപ്പെടാതെ തുടരുന്നുവെന്നും 2015 മുതൽ ഓപ്പറേറ്റർമാരിൽ നിന്ന് വീണ്ടെടുക്കൽ നടത്തിയിട്ടില്ലെന്നും ആശങ്ക ഉന്നയിച്ചു. കേബിൾ ഓപ്പറേറ്റർമാരുടെ ഡേറ്റ വകുപ്പിന് ലഭ്യമല്ല. പരസ്യ ബോർഡുകൾക്ക് അനുമതി ടാഗുകൾ ഉണ്ടായിരിക്കണമെന്നും ആവശ്യപ്പെട്ടു. ഓപ്പറേറ്റർമാരെ ഈടാക്കുന്നുവെന്ന് അവകാശപ്പെട്ടിട്ടും കോടികളുടെ വാടകയും പിഴയും വീണ്ടെടുക്കാൻ വകുപ്പ് പരാജയപ്പെട്ടു. താരിഫ്, പിഴ എന്നിവ ഒഴികെയുള്ള പോസ്റ്റുകളുടെ ഉപയോഗം പോലുള്ള വരുമാന സ്രോതസ്സുകളിൽ സുതാര്യത വേണമെന്ന് JERC ഊന്നിപ്പറഞ്ഞു. പനാജി അൻമോഡ് നാഷണൽ ഹൈവേ വിപുലീകരണ പദ്ധതി മാറ്റിവെച്ചു. കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ റീജിയണൽ എംപവേർഡ് കമ്മിറ്റി ഭഗവാൻ മഹാവീർ വന്യജീവി സങ്കേതത്തിന്റെ പരിസ്ഥിതി സെൻസിറ്റീവ് സോണിലൂടെ കടന്നു പോകുന്നതിനാൽ നാഷണൽ ഹൈവേ വിപുലീകരണത്തിനായുള്ള ഗോവയുടെ വനഭൂമി വിനിയോഗ നിർദ്ദേശം മാറ്റിവെച്ചു. സെപ്റ്റംബർ 19 നടന്ന യോഗത്തിൽ മരം വെട്ടൽ എണ്ണത്തിലെ വൈരുദ്ധ്യങ്ങൾ, റൈറ്റ് ഓഫ് വേ വീതിയിലുള്ള ക്രമക്കേടുകൾ, നഷ്ടപരിഹാര വനവൽക്കരണ പദ്ധതികളിലെ അസ്ഥിരതകൾ എന്നിവ REC ചൂണ്ടിക്കാട്ടി. പരിസ്ഥിതി ആഘാത പഠനം നടത്തിയിട്ടുണ്ടോ എന്ന് വ്യക്തമാക്കാനും മണ്ണ് സംരക്ഷണം, മാലിന്യ നീക്കം, വന്യജീവി സംരക്ഷണ നടപടികൾ എന്നിവയെക്കുറിച്ചുള്ള വിശദാംശങ്ങളും ആവശ്യപ്പെട്ടു. PWDയുടെ പോണ്ട വിഭാഗം 31.53 ഹെക്ടർ വനഭൂമി വിനിയോഗിക്കാൻ 2020 മുതൽ സമർപ്പിച്ച നിർദ്ദേശം പരിഗണനയിലാണ്. എല്ലാ ആശങ്കകളും പരിഹരിക്കപ്പെടുന്നതുവരെ അനുമതി നൽകില്ല. പശ്ചിമഘട്ടത്തിന്റെ പരിസ്ഥിതി പ്രാധാന്യവും ഊന്നിപ്പറഞ്ഞു. ചിമ്പൽ നാട്ടുകാർ യൂണിറ്റി മോളിനെതിരെ ഖരാനെ ആചാരം നടത്തി പ്രതിഷേധിക്കുന്നു. ഗോവയിലെ ചിമ്പൽ ഗ്രാമവാസികൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വെർച്വലായി അടിസ്ഥാനശില സ്ഥാപിച്ചതിന് പിറ്റേ ദിവസം യൂണിറ്റി മോൾ പ്രശാസന സ്തംഭ് പദ്ധതികൾക്കെതിരെ ദേവ് ബൈഗങ്കർക്കാർക്ക് സമീപം പരമ്പരാഗത ഖരാനെ പ്രാർത്ഥന നടത്തി. ഗ്രാമത്തിന്റെ പുണ്യസ്ഥലങ്ങളും പൂർവിക ഭൂമിയും സംരക്ഷിക്കാൻ ഈ ആചാരം ലക്ഷ്യമിടുന്നു. ഈ പദ്ധതികൾ ഇവയ്ക്ക് ഭീഷണിയാണെന്ന് നാട്ടുകാർ ഭയപ്പെടുന്നു. ഗോവ ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ നിർദ്ദേശിച്ച യൂണിറ്റി മോൾ 1 ഡിസ്ട്രിക്ട് 1 പ്രോജക്ട് പദ്ധതിയിൽ 132 കോടി രൂപ മുതൽ മുടക്കിൽ 12,000 ചതുരശ്ര മീറ്റർ വിസ്തൃതിയിൽ പ്രദർശന സ്ഥലങ്ങൾ, കുട്ടികളുടെ കളിസ്ഥലം, ആംഫി തിയേറ്റർ എന്നിവ ഉൾക്കൊള്ളും. പരിസ്ഥിതി ആശങ്കകളും കൃഷിഭൂമിയുടെ നാശവും ചൂണ്ടിക്കാട്ടി നാട്ടുകാർ പദ്ധതികൾക്കെതിരെ പ്രതിഷേധിക്കുന്നു. സാലിഗാവ് ഗ്രാമവാസികൾ പഞ്ചായത്തിന്റെ ഹൗസ് ടാക്സ് വർധന നിർദ്ദേശത്തെ എതിർക്കുന്നു. സാലിഗാവ് ഗ്രാമത്തിലെ താമസക്കാർ ഗ്രാമസഭയിൽ വീട്ടുനികുതി 30% വർദ്ധിപ്പിക്കാനുള്ള പഞ്ചായത്തിന്റെ നിർദ്ദേശത്തെ ശക്തമായി എതിർത്തു. വാണിജ്യ സ്ഥാപനങ്ങൾക്ക് ഉയർന്ന നിരക്കിൽ നികുതി ചുമത്തണമെന്നും വാദിച്ചു. 3 വർഷമായി മാറ്റമില്ലാതെ തുടരുന്ന വീട്ടുനികുതി സർക്കാർ മാനദണ്ഡങ്ങൾക്കനുസരിച്ച് 10% വർദ്ധിപ്പിക്കണമെന്ന് പഞ്ചായത്ത് വാദിച്ചു. വാണിജ്യ സ്ഥാപനങ്ങൾ കണ്ടെത്തി ഉയർന്ന നികുതി ഈടാക്കണമെന്ന് ഗ്രാമവാസികളും നിർദ്ദേശിച്ചു. ഗോവ വേസ്റ്റ് മാനേജ്മെന്റ് കോർപ്പറേഷൻ പ്ലാന്റിന് ചുറ്റുമുള്ള ബഫർ സോൺ നിർദ്ദേശത്തെ എതിർത്തതിന് പഞ്ചായത്തിന് പ്രശംസ ലഭിച്ചു. ഗാർബേജ് പ്ലാന്റ് വിപുലീകരിക്കില്ലെന്ന് സർപഞ്ച് ലൂക്കാസ് റെമഡിയസ് ഉറപ്പു നൽകി. എന്നാൽ മുഖ്യമന്ത്രിയിൽ നിന്ന് രേഖാമൂലമുള്ള ഉറപ്പ് ആവശ്യപ്പെട്ടു. നികുതി നിർദ്ദേശം പുനർവിചിന്തനം ചെയ്യാനും ഗാർബേജ് പ്ലാന്റ്, ബഫർ സോൺ വിഷയങ്ങൾ വ്യക്തത ആവശ്യപ്പെടാനും പഞ്ചായത്ത് തീരുമാനിച്ചു. BSNL ഗോവയിലെ എല്ലാ പഞ്ചായത്തുകൾക്കും ഹൈസ്പീഡ് ഇന്റർനെറ്റ് നൽകാൻ ലക്ഷ്യമിടുന്നു. ഗോവയിലെ 191 ഗ്രാമപഞ്ചായത്തുകൾക്കും ഭാരത് നെറ്റ് പ്രോജക്റ്റിന് കീഴിൽ ഹൈസ്പീഡ് ഇന്റർനെറ്റ് നൽകാൻ BSNL പ്രവർത്തിക്കുന്നതായി കമ്പനിയുടെ വാർഷിക ആഘോഷവേളയിൽ BSNL ഗോവ സർക്കിൾ GM LB ലാൽ പ്രഖ്യാപിച്ചു. 100 Gbps വരെ ശേഷിയുള്ള കണക്ടിവിറ്റി നൽകാൻ 1500 കിലോമീറ്റർ ഓപ്റ്റിക്കൽ ഫൈബർ വിന്യസിക്കുന്നത് ഈ പദ്ധതിയിൽ ഉൾപ്പെടുന്നു. സർവേ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഒക്ടോബറിൽ കേബിൾ വിന്യാസം തുടങ്ങും. FTTH സേവനങ്ങൾ വിപുലീകരിക്കാനും പദ്ധതിയെ പിന്തുണയ്ക്കാനും പ്രാദേശിക യുവാക്കളെയും സംരംഭകരെയും ടെലികോം പ്രൊവൈഡർമാരായി BSNL ഉൾപ്പെടുത്തുന്നു. ഇത് ഗ്രാമീണ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നു. 4G സാച്ചുറേഷൻ പദ്ധതിയിൽ 52 ഗ്രാമങ്ങൾ ലക്ഷ്യമിട്ടിട്ടുണ്ട്. 30 എണ്ണം ഇതിനകം കവർ ചെയ്തു. ബാക്കിയുള്ളവ മാസങ്ങൾക്കുള്ളിൽ പൂർത്തിയാകും. ഭൂമിശാസ്ത്രപരമായ വെല്ലുവിളികൾക്കിടയിലും സംസ്ഥാന സർക്കാർ പിന്തുണയോടെ പുരോഗതി കൈവരിച്ചു. ഡിജിറ്റൽ ഭാരത് നിധി പിന്തുണയോടെ BSNLന്റെ സ്വദേശി 4G നെറ്റ്വർക്ക് പ്രധാനമന്ത്രി മോദി ഉദ്ഘാടനം ചെയ്തത് 5Gയിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാവുന്നതാണ്. നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഗോവൻ വിശേഷത്തിൻ്റെ ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു.
എല്ലാ ദിവസവും വാർത്തകൾക്കായി ഫോളോ ചെയ്യണമെന്നും വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു.